Dear students, today we can discuss the details of demand curve. നമ്മൾ എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലേ? എന്താ ഡിമാൻഡ്? വില്ലിങ്നെസ് ടു ബൈ ആൻഡ് എബിലിറ്റി ടു പേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഡെഫിനിഷൻ മീനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് നമ്മളുടെ ഡിമാൻഡ് കർവിന് ഡൗൺവേർഡ് സ്ലോപ്പ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺവേർഡാണ് അല്ലേ? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയാണ്. അപ്പോൾ ആ ഡിമാൻഡിന് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പാണ്. അപ്പോൾ അതിന് എന്തൊക്കെ കാരണങ്ങൾ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ യൂണിറ്റ് ഒന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനോടുള്ള സാറ്റിസ്ഫാക്ഷൻ കുറയാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു. അപ്പോൾ എന്താണ്? ഒരു 5-6 ഗ്ലാസ് നമുക്കുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മോർ സാറ്റിസ്ഫാക്ഷനാണ് കാണുമ്പോൾ. പക്ഷേ ഒരു ഗ്ലാസ് കുടിക്കും, 2 ഗ്ലാസ് കുടിക്കും, അപ്പോൾ നമ്മൾക്ക് പിന്നീടുള്ള ആ ഗ്ലാസ് വെള്ളത്തിനോടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്? കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പം ആ ഒരു കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ വിൽ അറേഞ്ച് ഹിസ് പർച്ചേസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ഇൻ ഓൾ ഹിസ് പർപ്പസസ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ദേ വിൽ ആഫ്റ്റർ ദ പർച്ചേസ് വിൽ ടിൽ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അഡീഷണൽ യൂട്ടിലിറ്റിയാണ്. അത് ഈക്വൽ ആകുന്നത് വരെ അവരെന്തെയും സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ഇത് ഇൻകം എഫക്റ്റാണ്. വെൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ് ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ വിൽ ഇൻക്രീസ്. സോ ഹി വിൽ സ്പെൻഡ് ഹിസ് ഇൻക്രീസ്ഡ് ഇൻകം എയ്തർ ഓർ ബൈ അഡീഷണൽ ക്വാണ്ടിറ്റി ഓഫ് ദ സെയിം കമ്മോഡിറ്റി ഓർ അതർ കമ്മോഡിറ്റി. ഓക്കെ, ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് കൂടുതൽ വാങ്ങും. അത് സാധനത്തിൻ്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? കുറച്ച് വാങ്ങും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡൗൺവേർഡ് സ്ലോപ്പിലോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ മറ്റേ സാധനം അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, കോഫിക്ക് വില കൂടുതലാണ്, എന്നാൽ അതേ സമയം ടീക്ക് വില പറ്റ കുറഞ്ഞു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കോഫി ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് ടീ ഉപയോഗിക്കുന്നതിലേക്ക് മാറുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തൊരു കാരണം പറഞ്ഞിട്ടുള്ളത് ഡിഫറെൻറ്റ് യൂസസ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു സാധനത്തിൻ്റെ ഡിഫറെൻറ്റ് യൂസ്. നമുക്കറിയാം ഒരു സാധനം ഒന്നിന് മാത്രമല്ല പല പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സം ഓഫ് ദ കമ്മോഡിറ്റീസ് ഹാവ് സെവറൽ യൂസസ്. ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് ഹൈ, ഇറ്റ് യൂസ് will be restricted only for the important purpose. For example, when the price of tomato is high, നമുക്കറിയാം ടൊമാറ്റോൻ്റെ വിലയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ സാധനം കുറച്ചേ ഉപയോഗിക്കുള്ളൂ അല്ലേ? എന്നാൽ അതിന് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൊമാറ്റോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്തൊക്കെ വിഭവങ്ങളുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഒരു കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്തത് സൈക്കോളജി ഓഫ് പീപ്പിൾ. Psychologically, people buy more of a commodity when its price falls. In other words, it can tempt as price effect. സൈക്കോളജി ഓഫ് ദ പീപ്പിളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് സാധനത്തിന് എവിടെ വില കുറയുന്നു അപ്പോൾ എന്ത് ചെയ്യും? ആളുകൾക്കൊരു സൈക്കോളജിക്കൽ മെൻറ്റാലിറ്റിയാണ് അപ്പോൾ അവിടെ ഉണ്ടാവുക. ആ സാധനത്തിന് വില കുറഞ്ഞ കഴിഞ്ഞ് കൂടുതൽ സാധനം വാങ്ങുക. ഓക്കെ, അതൊരു കാരണമാണ്. ദെൻ ലാസ്റ്റ് വൺ, ടെൻഡൻസി ഓഫ് ഹ്യൂമൻ ബീങ് ടു സാറ്റിസ്ഫൈ അൺസാറ്റിസ്ഫൈഡ് വാണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് അൺസാറ്റിസ്ഫൈഡുള്ള വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സാധനങ്ങൾ വാങ്ങുക. ഇങ്ങനെ കുറച്ച് കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഒന്ന് നോക്കുക. ഇതൊന്നും നിങ്ങൾ ടെക്സ്റ്റിൽ പോയിൻ്റ് ഉണ്ടാവില്ല കേട്ടോ. വേറെ ബുക്കിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ചിലപ്പം വേണമെങ്കിൽ ക്വസ്റ്റ്യനൊക്കെ വരാം. വൈ ദ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്, വാട്ട് ആർ ദ റീസൺസ്, എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടി വരും. ഓക്കെ, ദെൻ ഇനി പറയുന്നത് എക്സെപ്ഷൻ ടു ദി ലോ ഓഫ് ഡിമാൻഡ് ആൻഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡ് കർവിന് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പാണെന്ന് അല്ലേ? എന്നാൽ ചില കേസിൽ ഡിമാൻഡ് കർവിന് എന്ത് ഉണ്ടാവും? അപ്വേർഡ് സ്ലോപ്പ് ഉണ്ടാവും. അത് ഏതൊക്കെ ടൈമിലാണ് ഉണ്ടാവലെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ ബേസിക് ഫീച്ചർ ഓഫ് ഡിമാൻഡ് കർവ് ഈസ് എ നെഗറ്റീവ് സ്ലോപ്പിംഗ്, but there are some exception
to this, a certain circumstances of demand curve may slope upward from left to right, that is positive slope. So the phenomena may due to first one given paradox എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ inferior goods in expectation of the law of demand, when the price of inferior goods falls, the poor will buy less, and vice versa. When the price of maize falls, the poor will not buy it's more, and but they wall and but they were willing to spend more on their superior goods than maize. So this fall will price will result into reduction of quantity. That is the paradox is the first explanation done by the Sir Robert Gifford. ഓക്കെ, ഗിഫൺ പാരഡോക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പ്ലസ് ടു ലെവലിലൊക്കെ അല്ലേ. ദെൻ അടുത്തത് വെൽബൻ ഓർ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ പറയുന്നത് വെൽബൻ ഓർ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റിൽ പറയുന്നത് മറ്റുള്ളവർ എങ്ങനെയൊക്കെ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ലക്ഷറീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് വാങ്ങുക. ചിലപ്പോൾ നമ്മളെ ഇൻകം ലെവലോ അല്ലെങ്കിൽ സാധനത്തിന് വില ഒന്നും കുറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മുടെ അയൽവാസി വാങ്ങി അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് വാങ്ങി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വാങ്ങണം. അതിപ്പോൾ എത്ര വില ആയാലും എന്ത് ചെയ്യും, നമ്മൾ വാങ്ങാൻ ശ്രമിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കൂടും. അപ്പോൾ ആ കേസിൽ എന്താണ്, ഡിമാൻഡിൽ അതിൻ്റെ സ്ലോപ്പ് അപ്വേർഡ് സ്ലോപ്പാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Rich people buy certain goods because of its social distinction or prestige. Diamonds and other luxuries or articles are purchased by rich people due to its high prestige or value. Hence, higher price of their articles, higher will be the demand. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ എനിക്കൊന്നും ഇതല്ലെങ്കിൽ മറ്റുള്ളവരെന്താണോ വാങ്ങുക അതേപോലെ വാങ്ങാം, അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഗുഡ്സ് ക്യാഷുള്ള ആളുകൾ എന്ത് ചെയ്യും, ഗോൾഡായാലും സിൽവർ അങ്ങനത്തെ ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട്സ് ഒക്കെ കൂടുതൽ വാങ്ങുക. ഓക്കെ, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് എന്ത് പറഞ്ഞത്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റിൽ പറഞ്ഞത്. ദെൻ ഇഗ്നോറൻസ്. സംടൈംസ് കൺസ്യൂമർ തിങ്ക് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ് സുപ്പീരിയർ ഓർ ക്വാളിറ്റി ഹൈ പ്രൈസ് ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് ഹൈ, ആസ് സച്ച് ദേ ബൈ മോർ ഹൈ പ്രൈസ്. അവിടെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പം ആളുകൾക്ക് ഒരേ ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും, പക്ഷേ ഒരേ ടൈപ്പ്, പക്ഷെ ഒന്നിന് വില കൂടുതലും ഒന്നിന് വില കുറവായിരിക്കും. അപ്പോൾ ആളുകൾ വിചാരിക്കും ആ വില കുറഞ്ഞത് എന്താണ്, ചീപ്പാണ്, വേഗം കേടന്ന് പോകും. സെയിം സാധനം തന്നെ ആയിരിക്കും, വില കൂടുമ്പോൾ എന്ത് കൂടുന്നുണ്ട്, ക്വാളിറ്റി കൂടുന്നുണ്ട് എന്നുള്ളൊരു മനസ്സിലൊരു ധാരണ ഉണ്ടാവും. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ അതിനെന്ത് ചെയ്യും, അപ്വേർഡ് സ്ലോപ്പ് ആവും, ഡിമാൻഡ് കർവിന് അപ്വേർഡ് സ്ലോപ്പ് ആവും എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞത്. സംടൈംസ് കൺസ്യൂമർ തിങ്ക് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ് സുപ്പീരിയർ or quality is high. If the price of the product is high, as such they buy more on high price. ഓക്കെ, പ്രൈസ് കൂടുന്തോറും ആളുകൾ എന്തായാലും ആ സാധനം കൂടുതൽ വാങ്ങുക, ഇനി ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. ദെൻ അടുത്തത് സ്പെക്കുലേറ്റീവ് ഇഫക്റ്റ്. സ്പെക്കുലേറ്റീവ് മീൻസ് ഊഹക്കച്ചവടം. വെൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസിങ്, ദെൻ ദ കൺസ്യൂമർ ബൈ മോർ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഫിയർ ദാറ്റ് വിൽ ബി ഇൻക്രീസ് സ്റ്റിൽ ഫർദർ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫ്യൂച്ചറിൽ ഇനിയും വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഊഹാഭോവം വെച്ചിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക. അപ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കർവ് അപ്വേർഡ് സ്ലോപ്പ് ആവുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു കാരണമാണ് ഫിയർ ഓഫ് ഷോർട്ടേജ്. ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് ദ എമർജൻസി ഓർ വാർ, പീപ്പിൾ മേ എക്സ്പെക്ട് എ ഷോർട്ടേജ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ബൈ മോർ ആൻഡ് ഹയർ പ്രൈസ് ടു കീപ്പ് എ സ്റ്റോക്ക് ഫോർ ഫ്യൂച്ചർ. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാധനങ്ങൾ ഇനി ഫ്യൂച്ചറിൽ കിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യും, ഇന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണിൻ്റെ ടൈമിലൊക്കെ ഫസ്റ്റിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഇനി സാധനങ്ങൾ കിട്ടാൻ കുറവായിരിക്കും എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു മനസ്സിൽ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, അന്ന് ആളുകൾ കുറേ അവശ്യ സാധനങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വാങ്ങി കൂട്ടുക. ഓക്കെ, അതാണ് ഫിയർ ഓഫ് ഷോർട്ടേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെസസറീസ്. ഇൻ ദി കേസ് ഓഫ് നെസസറീസ് ലൈക്ക് റൈസ്, വെജിറ്റബിൾ, പീപ്പിൾ ബൈ മോർ ഈവൻ അറ്റ് എ ഹൈ പ്രൈസ്. അല്ലേ, നെസസറി ആയിട്ടുള്ള ഐറ്റംസ് അത് എത്ര വില കൂടിയാലും എന്ത് ചെയ്യും, നമ്മളത് വാങ്ങിക്കൂട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ആ കാരണങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രാൻഡ് ലോയാലിറ്റി. ഒരു ബ്രാൻഡിനോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര വില ആയാലും എന്ത് ചെയ്യും, നമ്മൾ ആ ബ്രാൻഡ് തന്നെ വാങ്ങും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് അപ്വേർഡ് സ്ലോപ്പ് ആവും. ദെൻ ഫെസ്റ്റിവൽ ഓർ മാരേജ്. ഫെസ്റ്റിവലിൻ്റെ സീസണിലോ അല്ലെങ്കിൽ മാരേജിൻ്റെ സീസണിലോ നമ്മൾ എത്ര സാധനത്തിന് വില ആയാലും ആ സാധനം എന്ത് ചെയ്യും,
ഹൈ പ്രൈസിന് നമ്മൾ വാങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബിലോ വി ക്യാൻ സീ ദാറ്റ് എ ഡിമാൻഡ് കർവ് ഈസ് എ അപ്വേർഡ് സ്ലോപ്പ്. And then we can mean that when the price rise from OP to OP1, quantity demand also increases OQ to OQ1. In other words, from the above we can see that there is a positive relationship between the price and demand. Hence demand curve slope upward. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് നമ്മളെ സൂചിപ്പിച്ചിട്ടുള്ളത് വൈ ആക്സിസിലും ക്വാണ്ടിറ്റി സൂചിപ്പിച്ചിട്ടുള്ളത് എക്സ് ആക്സിസിലാണ്. ഓക്കെ, പ്രൈസ് കൂടുന്നതിൻ്റെ ആളുകളുടെ ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡ് കൂട്ടി വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഡിമാൻഡിന് അപ്വേർഡ് സ്ലോപ്പായിട്ട് കാണിക്കുന്നതുമാണ് ഈ ഗ്രാഫിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. Demand of a commodity may change. It increases or decreases due to changes in a certain factors. These factors are called determinants of the demand. These factors include different factors are there. Okay. First one, price of a commodity. If the price of basic factor influencing the demand, when the price change, demand also change. When the price increases, the demand fall and vice versa. അല്ലെ, സാധനത്തിൻ്റെ വില കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് കുറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ എതിർവശത്തിനും സംഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ നേച്ചർ ഓഫ് കമ്മോഡിറ്റി. ഇവിടെ പറയുന്നത് ഡിമാൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ദ കമ്മോഡിറ്റി ഈസ് നെസസറി ഓർ ലക്ഷറി ഓർ പ്രസ്റ്റീജ് എക്സെട്ര. ഓക്കെ, ഇഫ് ദ ഡിമാൻഡ് നെസസറി ഗുഡ്സ് ജനറലി റിമെയിൻ കോൺസ്റ്റൻറ്റ്. നെസസറി ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ലക്ഷറി ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദ ചേഞ്ച് ഇൻ ദർ പ്രൈസ്. ഡിമാൻഡ് ഓഫ് ദ കംഫർട്ട് ഓഫ് ലക്ഷറി ഗുഡ്സ് ചേഞ്ച് ദർ പ്രൈസ്. എന്നാൽ ഡിമാൻഡ് ഓഫ് പ്രസ്റ്റീജ് ഗുഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഡിമാൻഡ് ഫോർ ഡ്യൂറബിൾ ഗുഡ്സ് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ദർ പ്രൈസ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി ഡിറ്റർമിൻ ദി ഡിമാൻഡ്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡാണ്. ദെൻ ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് കൺസ്യൂമേഴ്സ്. ഇവിടെ പറയുന്നത് ഒരു കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടുമ്പോൾ എന്ത് കൂടും, നമ്മുടെ പർച്ചേസിങ് പവർ കൂടും. ഇൻകം കുറയുമ്പോൾ നമ്മുടെ പർച്ചേസിങ് പവർ കുറയും. ഓക്കെ, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ. ഇഫ് ദ ചേഞ്ച് ഓഫ് ഫാഷൻ ഓർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമർ ബ്രിങ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ദി ഡിമാൻഡ്. ഫോർ എക്സാമ്പിൾ, ടുഡേ മോർ ലേഡീസ് ഹാവ് ബിഗൺ ടു ദ യൂസ് ഓഫ് ജീൻസ്. അല്ലേ, ഇപ്പം കുറേ ആദ്യത്തെ ജീൻസിൻ്റെ ഉപയോഗം കുറവായിരുന്നു. ഇപ്പം കുറേ ആളുകൾ എന്തിൻ്റെ കുട്ടികളൊക്കെ ജീൻസിൻ്റെ ഉപയോഗം കൂടുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര വിലയാണെങ്കിൽ കൊടുത്താണെങ്കിൽ അതെന്ത് ചെയ്യും, വാങ്ങും എന്നാണ് പറഞ്ഞത്. സോ ദ ഡിമാൻഡ് ഫോർ ജീൻസ് ഹാവ് നൗ ഇൻക്രീസ്. ടുഡേ ചിൽഡ്രൻ ഹാവ്, പിന്നെ അതൊരു എക്സാമ്പിളാണ്, ചിൽഡ്രൻ ഹാവ് ഡെവലപ്ഡ് എ ടേസ്റ്റ് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്. ഓക്കെ, സോ ദ ഇൻക്രീസിങ് ദ ഡിമാൻഡ് ഓഫ് ചോക്ലേറ്റ്. Okay, if in all the sudden consumer dislike the particular commodity of the demand for it will decrease. When some goods go out of fashion, there will be demand less. ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള ഗുഡ്സൊക്കെ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഡിമാൻഡ് കുറേ. ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റത്തിന് ആളുകൾ പെട്ടെന്ന് ഡിമാൻഡ് കൂട്ടുള്ളൂ. ദെൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സൊക്കെ ആയിട്ട് വരുന്നത്. നമുക്കറിയാലോ, മറ്റൊരു സാധനത്തിൻ്റെ ഒരു ഉപയോഗത്തിൽ മറ്റൊരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ. കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ അബൌട്ട് ദ ഫർദർ റൈസിംഗ് ഫോൾ ഇൻ ദ ഫ്യൂച്ചർ പ്രൈസ് വിൽ എഫക്ട് ദ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഇഫ് കൺസ്യൂമർ എക്സ്പെക്ട് ദ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ, ദേ മേ പർച്ചേസ് ലാർജ് ക്വാണ്ടിറ്റി. അല്ലേ, ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട്, കൺസ്യൂമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിൽ ഈ സാധനത്തിൻ്റെ വില കൂടും. അപ്പോൾ എന്ത് ചെയ്യും, ആ സാധനങ്ങൾ കൂടുതൽ വാങ്ങും. അതൊരു ഫാക്ടറാണ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് വിൽ ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ആൻഡ് ഡിമാൻഡ് ഓഫ് ഗുഡ്സ്. അല്ലേ, ചില അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുക. അപ്പോൾ അത് നമ്മളെ ഡിമാൻഡിനെ ബാധിക്കുന്നതാണ് പറഞ്ഞത്. ദെൻ അടുത്തൊരു ഫാക്ടറാണ് യൂസ്ഫുൾനെസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ്ഫുൾനെസ് എത്രത്തോളം ഉണ്ട്, അത് നമ്മളെ എന്ത് ചെയ്യും, ബൈയിങ് ബിഹേവിയറിനെ ബാധിക്കും. അപ്പോൾ അവരുടെ ഡിമാൻഡിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ ചേഞ്ച് ഇൻ ദി പോപ്പുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഇൻക്രീസ്. നമുക്കറിയാം, ഡേ ബൈ ഡേ നമ്മളുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്ത് വരികയാണ്.
അപ്പോൾ ആ ഇൻക്രീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഓരോ പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് കൂടി കൂടി വരികയാണ്. അപ്പം പോപ്പുലേഷൻ എന്നുള്ള ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡിനെ ബാധിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, which means the society also affect the demand of commodities. Distribution of income and wealth is the society is also affect the demand of commodity. Okay, and if there is a unequal distribution of income and wealth in the country, demand of the goods of comfort and luxuries will be greater. If there is a equal distribution of income and wealth, demand of necessary goods and comfort will be greater. ഓക്കെ, വേറൊരു ഫാക്റ്റാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ആളുകളുടെ സമ്പാദ്യം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്തതാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ സർക്കുലേഷൻ. വെൻ ദ money is circulation increases, people will have more purchasing power. Hence, the demand will increase. Conversely, if the money of the circulation decreases, people will have less purchasing power, and therefore the demand for goods and services also decreases. ഒരു ഫാക്ടറാണ് ചേഞ്ചിങ് ഇക്വിലിബ്രിയം മണി ഇൻ സർക്കുലേഷൻ. ക്വാണ്ടിറ്റി ഓഫ് മണി സർക്കുലേഷൻ, ആളുകളുടെ അടുത്തുള്ള ക്യാഷിൻ്റെ സർക്കുലേഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യും, ഡിമാൻഡ് കുറഞ്ഞും കൂടിക്കൊണ്ട് ഇരിക്കും. ഓക്കെ, ദെൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസ് ബ്രിങ് എ ന്യൂ തിങ്സ് ആൻഡ് മാർക്കറ്റ്. As a result, people will not demand for other things. For instance, the radio replaced by the gramophone and television replaced by the radios. Okay, computer replaced by the television and the typewriters etc. ടെക്നോളജിക്ക് അനുസരിച്ച് എന്തെങ്കിലും ഡിമാൻഡ് കൂടും. ഇപ്പോൾ റേഡിയോ ഒഴിവാക്കി എന്തായിരുന്നു, ടി വി വന്നു. ഇപ്പോൾ ടി വി ഒഴിവാക്കിയ ആൾക്കുകൾ എന്തെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പം ആ ടെക്നോളജി എന്തൊക്കെയാണോ മാറുന്നത് അതിനനുസരിച്ച് എന്തെങ്കിലും സാധനങ്ങളുടെ ഉപയോഗവും മാറിക്കൊണ്ടിരിക്കും. അപ്പം ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും എന്തെങ്കിലും ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ബിസിനസ് സൈക്കിളിൽ പറഞ്ഞത് പീരിയഡ് ഓഫ് ബൂം. Sometimes in the case of period of boom, demand for almost all commodities are increases. In the period of slump, that is in the declining state, the demand for commodities also decreases. ഓക്കെ, ദെൻ അടുത്തത് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, നമ്മൾ ലക്ഷറിയുടെ പ്രസ്റ്റീജിൻ്റെ ഭാഗത്ത് സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് വാങ്ങിയ, അല്ലെങ്കിൽ നമ്മളെ അയൽവാസി വാങ്ങിയ, അപ്പോൾ അങ്ങനത്തെ കാരണങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, സാധനങ്ങൾ വാങ്ങുക. അതാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഫാക്ടറാണ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സാധനങ്ങൾ കൂടുതൽ വാങ്ങും, അല്ലേ? ഇഫ് ദർ ഇസ് അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ക്രെഡിറ്റ്, the consumer will try to spend more on consumer durables. As a result, the demand of the durable goods increases. ഓക്കെ, അപ്പം നമുക്ക് കടം കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ ആ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ആ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, then determinants of demand or demand function. There is a functional relationship between the demand and the various determinants. That is, the change in the determinant will affect the demand. When is a relationship expressed in a mathematically, it is called a demand function. Okay, demand എന്താ ചെയ്യുക, ഡിമാൻഡിനെ മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്ത് റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയണത്. Okay, so the demand function is a commodity can be written as follows: D is equal to F function of, ബ്രാക്കറ്റിൽ നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എന്നാണ്, ഫംഗ്ഷൻ ഓഫ് P Y T P S U, where the D is equal to quantity demanded, P is equal to price of a commodity, Y is equal to income of a consumer, then T is equal to taste and preference of consumer, PS is equal to price of substitute, and U is equal to consumer expectation and others. F is equal to function of, that indicate the how variables are related. Okay, a function is express the relationship between two or more variable, and it indicate that how the variable are dependent or another, and here the demand is dependent variable and price is and income as the independent variable. ഓക്കെ, ഇവിടെ പ്രൈസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ആൻഡ് അതർ ആർ ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാവല്ലോ.
ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഐറ്റംസിനെ മാത്തമെറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമുക്കൊന്ന് ഓർമ്മ പുതുക്കുക. ഓക്കെ, സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേസ് സെക്ഷൻ. താങ്ക് യു.